ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാം എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുടെ മനസ്സിലൂടെ ഒരു സംശയം കടന്നു പോയിട്ടുണ്ടാവും, ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് എങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റും, ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയിട്ടെന്ന മര്യാദയ്ക്ക് പറ്റുന്നില്ല, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. എന്തായാലും നമ്മൾ ഇന്ന് നോക്കുന്നത് A to Z കാര്യങ്ങളാണ്. അതായത് ഡ്രൈവിങ്ങിൻ്റെ ഒരു ബേസിക്സും അറിയാത്തവർക്ക് പോലും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പരമാവധി സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്, അതായത് ചിലപ്പോൾ അവർക്ക് ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ അവർക്ക് ഡ്രൈവിങ്ങിൻ്റെ ഒരു ബേസിക്സും ഇപ്പോൾ ഓർമ്മയുണ്ടാവില്ല, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ യാതൊരു അറിവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എന്തായാലും അവർക്കും അതുപോലെ തന്നെ ഡ്രൈവിങ്ങിൻ്റെ ഒരു ബേസിക്സ് അറിയാത്തവർക്ക് പോലും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് മാത്തമെറ്റിക്കൽ പറയുകയാണെങ്കിൽ 1, 2, 3 മുതൽ tan cos θ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. ഒരു കാര്യവും അറിയാത്ത ആളുകളെ പോലും നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം കളയുന്നില്ല, നമ്മുടെ വിഷയത്തിലേക്ക് നടക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗിയർ ബോക്സ് ആണ്. 1, 2, 3, 4, 5 റിവേഴ്സ് ഗിയർ, അങ്ങനെ 6 ഗിയറുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടി സ്വിഫ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് സ്വിഫ്റ്റിൻ്റെ കീ. അപ്പോൾ നമ്മൾ കീ ഇവിടെ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വണ്ടി ന്യൂട്രൽ ആണെന്ന് ഒന്ന് ഉറപ്പ് വരുത്തിക്കോളൂ. ഇപ്പം ന്യൂട്രലാണുള്ളത്. ന്യൂട്രലാണെന്ന് എങ്ങനെയാണ് ഉറപ്പ് വരുത്താൻ ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് ലെഫ്റ്റോട്ടും റൈറ്റിലോട്ടും രണ്ട് ഭാഗത്തും പോവുകയാണ്. അതായത് സെൻട്രൽ പോർഷനിൽ വണ്ടി ഈ ഒരു ഗിയർ ബോക്സിൻ്റെ സെൻട്രൽ പോർഷനിൽ ഗിയർ വന്ന് നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ന്യൂട്രലാണെന്ന് ഉറപ്പ് വരുത്താൻ പറ്റും. റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും നീങ്ങുകയും ചെയ്യും. അതാണ് ന്യൂട്രൽ ആണോ അല്ലേ എന്ന് കൺഫേം ചെയ്യാനുള്ള ഒരു മാർഗം. ഓക്കെ, അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുകയുള്ളൂ. നമ്മളൊന്നും കൂടി റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂട്രലാണുള്ളത്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ വണ്ടി നീങ്ങുന്നില്ല. ഓക്കെ, നമ്മൾ വണ്ടി ഒന്ന് റോഡ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നേ. എന്തൊക്കെയാലും നമ്മൾ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കീ ആദ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്തു, വീണ്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡിസ്പ്ലേ അവിടെ കാണിക്കും. ഒരിക്കൽ കൂടി റൊട്ടേറ്റ് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവും. സൗണ്ട് കേട്ടല്ലോ, വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതാണ് ഹാൻഡ് ബ്രേക്ക്, ഗിയർ, സ്റ്റെയറിങ്, നമ്മുടെ മെയിൻ സാധനങ്ങൾ. ഇത് നമ്മുടെ ക്ലച്ച്, ഈ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ക്ലച്ച്, ബ്രേക്ക്, മിഡിലുള്ളത് ബ്രേക്ക്, റൈറ്റ് സൈഡിലുള്ളത് ആക്സിലേറ്റർ. ഓക്കെ, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, ഇവിടെയാണ് നമ്മുടെ മെയിൻ കളിയൊക്കെ നടക്കുന്നത്. ഓക്കെ, നമ്മളിനി ക്ലച്ചിലിട്ടിട്ട് ഒന്ന് ഗിയർ ഒന്ന് മാറ്റാൻ പോവാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ ക്ലച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ക്ലച്ച് എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലുള്ളത്. ഓക്കെ, അതൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഡൗൺ ചെയ്യാൻ പോവാണ്. ഹാൻഡ് ബ്രേക്ക് ഡൗൺ ചെയ്തു. ഹാൻഡ് ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇടാൻ പോവാണ്. ഫസ്റ്റ് ഗിയർ എന്ന് വെച്ചാൽ ക്ലച്ച് പ്രസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഗിയർ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് ഗിയർ എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലോട്ടൊന്ന് നീക്കുക, എന്നിട്ട് മുകളിലോട്ട്, അതാണ് ഫസ്റ്റ്. ലെഫ്റ്റിലോട്ട് നീക്കിയിട്ട് താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ സെക്കൻഡ്, ഡയറക്റ്റ് ഫ്രണ്ടിലോട്ട് നീക്കുകയാണെങ്കിൽ തേർഡ്, ഡയറക്റ്റ് ബാക്കിലോട്ട് നീക്കുകയാണെങ്കിൽ ഫോർത്ത്, റൈറ്റിലേക്ക് നീക്കിയിട്ട് നമ്മൾ മുകളിലോട്ടാക്കുകയാണെങ്കിൽ ഫിഫ്ത്ത്, പിന്നെ റൈറ്റിലേക്ക് നീക്കിയിട്ട് താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ റിവേഴ്സ് ഗിയർ. ഇങ്ങനെയാണ് ഗിയർ ബോക്സിൻ്റെ ആ ഒരു കിടക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റിലിടാൻ പോവാണേ. ഫസ്റ്റിലിട്ടിട്ടുണ്ട്. ഗിയർ ഇപ്പോൾ ഫസ്റ്റിലാണുള്ളത്. ഫസ്റ്റിലിട്ടതിന് ശേഷം നമ്മൾ ക്ലച്ചൊന്ന് മെല്ലെ ഒന്ന് വിടുകയാണേ. മെല്ലെ ഒന്ന് ക്ലച്ചൊന്ന് വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ചെറുങ്ങനെ വണ്ടി നീങ്ങുന്നുണ്ട്. ചെറിയ തോതിൽ നമ്മൾ അത്രയും മെല്ലനെയാണ് നമ്മുടെ ക്ലച്ചിന്ന് വിടുന്നത്. മെല്ലെ വണ്ടി നീങ്ങുന്നുണ്ട്. ഒറ്റയടിക്ക് വിട്ടുപോകും, അതാണ് തുടക്കക്കാരുടെ പ്രശ്നം. ഒറ്റയടിക്ക് ക്ലച്ചങ്ങ് വിടും, അപ്പോൾ വണ്ടി ഓഫായി പോവും. അത് ഗിയറിനും അത്ര നല്ലതല്ല, പിന്നെ സ്റ്റാർട്ടിങ് ട്രബിളാണ്, അത് മാറിക്കോളും, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, നമ്മളൊന്നും കൂടി ആവർത്തിക്കുകയാണ്. ഗിയർ ഫസ്റ്റിലിടുമ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ക്ലച്ച് ഫുൾ പ്രസ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം, എന്നിട്ട് മാത്രമേ ഗിയർ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. ഗിയർ ഇപ്പോൾ ഫസ്റ്റിലിട്ടു, എന്നിട്ട് നമ്മൾ ക്ലച്ചൊന്ന് മെല്ലെ വിട്ടു കൊടുക്കുക. ക്ലച്ച് മെല്ലെ വിടുമ്പോൾ വണ്ടി മെല്ലെ നീങ്ങുന്നത് കാണാൻ പറ്റും. ഒറ്റയടിക്ക് വിടരുത്, വളരെ സ്ലോ, സാവധാനം വിട്ടു കൊടുക്കുമ്പോൾ മെല്ലെ വണ്ടി നീങ്ങും. ഓക്കെ,
കേസ് ഒറ്റൊരു വീഡിയോ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ എന്തായാലും കഴിയില്ല. അറിയാത്തവരോട് വേണ്ടിയാണ് പറയുന്നത്. എന്തായാലും ഒരു വീഡിയോ കണ്ടുകൊണ്ട് മാത്രം നമുക്ക് എന്തായാലും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് ട്രൈ ചെയ്ത് നോക്കുകകൂടി വേണം. നിങ്ങളുടെ വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് ഉടനെ പോയിട്ട് എടുത്ത് സ്റ്റാർട്ടാക്കൊന്നും ചെയ്യരുത്. ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് ആദ്യം ഒന്ന് പഠിക്കുക. അതിന് ശേഷം മാത്രമേ റോഡിലൊക്കെ ഇറക്കാൻ പാടുള്ളൂ. ഓക്കെ, നമ്മൾ മെല്ലെ സെക്കൻഡിലേക്ക് ഇടുന്നുണ്ട്. ഗിയർ സെക്കൻഡിലേക്ക് ഇട്ടു. ഫ്രണ്ട്സ്, അപ്പോൾ വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഫസ്റ്റിലിടാം, പിന്നെ എങ്ങനെ സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യാം, ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഗിയർ 1ലേക്ക് ഇട്ടു. അതിനുശേഷം നമ്മൾ മെല്ലെ ഒന്ന് വണ്ടി നീങ്ങിയതിന് ശേഷം ഗിയർ സെക്കൻഡിലേക്ക് ഇടുന്നത് വരെയാണ് നിങ്ങളിപ്പോൾ ഇതുവരെ കണ്ടു കഴിഞ്ഞത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റും. ഇത് വലിയ മല മറിക്കുന്ന കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും അത് പഠിച്ചവരോട് ചോദിച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പഠിക്കുക. നമ്മൾ ഈ ഒരു വീഡിയോയിൽ സെക്കൻഡ് ഗിയർ സെക്കൻഡിലേക്ക് മാറ്റുന്നത് വരെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അത് മുഴുവനായിട്ട് പറയാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത് റോഡിലാണുള്ളത്. റോഡിൽ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു നിയമമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇതിലേക്കൊന്നും പോകാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റിലിട്ടോ സെക്കൻഡിലിട്ടോ മാത്രമേ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഗിയർ തേർഡിലേക്കൊക്കെ മാറ്റിയിട്ട് ഗ്രൗണ്ടിലും മറ്റൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിലൂടെ കൃത്യമായിട്ട് നമ്മൾ കൂടുതൽ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഗിയർ എങ്ങനെ റിവേഴ്സിൻ്റെ ആ ഒരു ഇത് നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഷെഡിലാണ് വണ്ടിയുള്ളതെങ്കിൽ നിങ്ങൾ റിവേഴ്സിലേക്ക് ഇട്ടിട്ട് വണ്ടി ബാക്കോട്ടേക്ക് നീക്കേണ്ടതുണ്ടല്ലോ. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് വരും വീഡിയോകളിലൂടെ പറഞ്ഞു പോകും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതൊരു എപ്പിസോഡായിട്ട് ചെയ്യാമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.